ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ജനുവരി അവസാന വാരം എത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ധനലാഭം, കർമ്മരംഗത്ത് ഉയർച്ച, അങ്ങനെ ഒട്ടനവധി ഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകരെ ഈ ആഴ്ച തേടിയെത്തുവാൻ പോകുന്നത്. 2026 ജനുവരി 25 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്ന വാരമാണ്. നിങ്ങൾക്ക് വളരെയധികം ഉത്സാഹിച്ച് പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം സൗഖ്യം പ്രതീക്ഷിക്കാം. അതുപോലെ സന്താനങ്ങൾ മുഖേന മനസമാധാനക്കുറവ് അനുഭവപ്പെടുവാനിടയുണ്ട്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. പെട്ടെന്നുള്ള ചെലവുകൾ വന്നു ചേരുന്നതിനാൽ നിങ്ങളുടെ കയ്യിൽ പണം തങ്ങുന്ന ആഴ്ചയല്ല. മുതിർന്ന ബന്ധുക്കളുമായി അഭിപ്രായ ഭിന്നത, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലാതെയോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചിലവുകൾ വന്നു ചേരുവാൻ ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകരായ ആളുകൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. മാതൃഗുണം പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും വന്നു ചേരും. സാമ്പത്തികമായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. വിവാഹ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മത്സര പരീക്ഷകളിൽ വലിയ വിജയ സാധ്യതയുണ്ട്. മാനസികമായ സംഘർഷം വർദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയിൽ നിന്നും എല്ലാവിധ പിന്തുണയും സഹകരണവും വന്നു ചേരും. സഹപ്രവർത്തകരുടെ അനുമോദനം പ്രതീക്ഷിക്കാം. പിതൃഗുണവും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും. നിങ്ങളുടെ മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെയധികം ഗുണകരമാകും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസത്തിനൊരു ശമനമുണ്ടാകുന്ന വാരമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാലമാണ്. വിവാഹ കാര്യത്തിന് നേരിട്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ നല്ല ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കുന്ന വാരമാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും വലിയ സാമ്പത്തിക ഉന്നതിയിലേക്ക് കുതിക്കുവാനും സാധിക്കുന്ന ഒരു വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. യാത്രകൾ മുഖേന നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരും. സാമൂഹ്യ സാഹിത്യ രംഗത്തുള്ള ആളുകൾക്കും അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിനും വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയം കാണുന്ന വാരം കൂടിയാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കിതുവരെ തടസ്സപ്പെട്ടു കിടന്നിരുന്ന എല്ലാവിധ കാര്യങ്ങളും അവയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് കുതിക്കുവാൻ കഴിയും. മാനസികമായ സംഘർഷത്തിനൊരു ശമനമുണ്ടാകുന്നതാണ്. കുടുംബ സൗഖ്യവർദ്ധനവ്, ബിസിനസ്സിൽ പുരോഗതി, സഹപ്രവർത്തകർ, അയൽവാസികൾ എന്നിവരിൽ നിന്നുമുള്ള സഹായം, അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതായത് സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകൾക്കും ഒരു ശമനം കിട്ടുന്ന വാരമാണ് ഈ ജനുവരി അവസാന വാരത്തിൽ വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും. മാതാവിന് ശാരീരിക അസുഖങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെടുവാനിടയുണ്ട്. വാക് സാമർഥ്യം കൊണ്ട് എല്ലാവിധ കാര്യസാധ്യവും വന്നു ചേരും. ഉദര സംബന്ധമായി അസുഖങ്ങൾ ഉള്ള ആളുകൾ അല്പം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും അല്പം ആശ്വാസം ലഭിക്കുന്ന വാരം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്.
അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വിശ്രമം വളരെയധികം കുറയുന്ന ഒരു ആഴ്ചയാണ്. വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുവാൻ ഇടയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ കഴിയും. സഹോദരങ്ങൾക്കായി പണച്ചെലവ് വന്നു ചേരുവാൻ ഇടയുണ്ട്. അഭിപ്രായ ഭിന്നതകൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കുക. കുടുംബ സൗഖ്യം വർദ്ധിക്കും. ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യവിജയം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കുന്ന വാരമാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ദമ്പതികൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും. കടബാധ്യതകൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിരാശകളെല്ലാം വിട്ടുമാറി വളരെയധികം ഊർജത്തോടെ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഗൃഹത്തിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. തൊഴിൽ രഹിതർക്ക് ജോലി സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എല്ലാവിധ രീതിയിലും അനുകൂലമായ സമയമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. വാതജന്യ രോഗമുള്ള ആളുകളാണെങ്കിൽ അല്പം ശ്രദ്ധിക്കുന്നതും വളരെയധികം ഗുണകരമാകും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഗൃഹ അന്തരീക്ഷം വളരെയധികം ശോഭനമായിരിക്കും. ആഡംബര ചെലവുകൾ അല്പം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. മനസ്സിന് ശാന്തത നൽകുന്ന വാർത്തകൾ വന്നു ചേരും. ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കുവാൻ ഇടയുള്ള ആഴ്ചയാണ്. മത്സര പരീക്ഷകളിൽ വിജയസാധ്യത വളരെയധികം കൂടുതലുണ്ട്. ഗൃഹനിർമ്മാണത്തിൽ അല്പം ചെലവുകൾ വർദ്ധിക്കുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി സ്വദേശത്ത് നിന്നും വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകുവാനിടയുണ്ട്. നിങ്ങൾ മുൻപ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ നിന്നും വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. തന്മൂലം സന്തോഷത്തിന് ഇട നൽകുന്ന അവസരങ്ങളുണ്ടാകും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന വാരമാണ്. നിങ്ങളുടെ ബന്ധുജനങ്ങൾ വഴി വളരെയധികം സഹായ സഹകരണങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും. സന്താനങ്ങളാൽ മനസ്സന്തോഷം ലഭിക്കുന്ന നല്ല വാർത്തകൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിമിത്തം കാര്യവിജയമുണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. രോഗാദി ദുരിതങ്ങളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ശമനം കണ്ടു തുടങ്ങുന്ന വാരമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം കാണുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ വളരെയധികം ഈ ആഴ്ച വന്നു ചേരും. രോഗാവസ്ഥയിലുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ഗൃഹ ഉപകരണങ്ങൾ പുതിയതായി വാങ്ങുവാൻ സാധിക്കും. സുഹൃത്തുക്കൾക്കായി അല്പം പണച്ചെലവുണ്ടാകുന്ന വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ അസ്വസ്ഥതകളും മാറിക്കിട്ടുന്ന വാരം കൂടിയാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഈ ആഴ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ശാരീരികമായി നിലനിന്നിരുന്ന എല്ലാവിധ വിഷമതകളും മാറിക്കിട്ടും. പണമിടപാടുകളിൽ ചെറിയ നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ പണമിടപാട് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക വിഷമതകളെല്ലാം മാറിക്കിട്ടും. സുഹൃത്തുക്കൾ മുഖേനയോ ബന്ധുക്കൾ മുഖേനയോ വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഭൂമി, ഭവനം എന്നിവ വാങ്ങുവാനുള്ള പരിശ്രമം വിജയം കാണുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് മികച്ച ജോലി പ്രതീക്ഷിക്കാം. ബന്ധുക്കൾക്കായി സാമ്പത്തികമായി അല്പം ചിലവ് വന്നു ചേരുന്ന വാരം കൂടിയാണ്.
അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മാനസികമായ സംതൃപ്തി വളരെയധികം വർദ്ധിക്കും. സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. അതുപോലെ പ്രണയ സാഫല്യമുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വന്നു ചേരും. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. കാർഷിക മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. ധനപരമായ വരവ് വളരെയധികം കുറഞ്ഞ ഒരു വാരമാണ്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന് ഉല്ലാസ യാത്രകൾ പ്രതീക്ഷിക്കാം. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വളരെയധികം അലച്ചിലുണ്ടാക്കുന്ന ഒരു വാരമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാം. സാമ്പത്തിക പരിമിതികൾ മൂലം മാറ്റിവെച്ച കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അതുപോലെ കുടുംബസമേതം ഉല്ലാസ യാത്രകൾ ഉണ്ടാകും. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പുതിയ സ്ഥാനലബ്ധി ഉണ്ടാകും. ബിസിനസ്സിൽ നിന്നുള്ള ആദായം വളരെയധികം വരുന്ന ഒരു വാരമാണ്. വാഹനം മാറ്റി നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും. അതുപോലെ രോഗശമനം കൂടി ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. കുടുംബ അംഗങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം മൂലം വളരെയധികം വിഷമമുണ്ടാകും. വിദേശ യാത്രാശ്രമം വിജയം കാണുന്നതാണ്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം മുടക്കേണ്ടി വരും. കളഞ്ഞുപോയ രേഖകൾ തിരികെ കിട്ടുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും. സന്താനങ്ങൾക്കായി പണം ചിലവിടേണ്ടി വരുന്നതാണ്. ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കാതെ വളരെയധികം ശ്രദ്ധിക്കുക. പല തവണ നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച പെട്ടെന്ന് സാധ്യമാകുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം മികവ് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ്. സ്വന്തം പ്രയത്നത്താൽ ഈ ആഴ്ച വളരെയധികം കാര്യവിജയമുണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരുന്ന വാരം കൂടിയാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. കുടുംബസുഖം കുറഞ്ഞിരിക്കും. സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. ദീർഘയാത്രയുണ്ടാകും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. പിതാവിൻ്റെ ബന്ധുക്കൾക്കോ രോഗാരിഷ്ടതകൾക്കുള്ള സാധ്യതയുള്ള വാരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. തൊഴിൽ രഹിതരായ ആളുകൾക്ക് അനുകൂലമായ ഉത്തരവുകൾ വന്നു ചേരും. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. മുതിർന്നവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായ കലഹങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച അവസാനിച്ച് കിട്ടുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വളരെയധികം വിഷമിക്കേണ്ടി വരും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സകുടുംബം ദീർഘദൂര യാത്രകൾ നടത്തുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.